നമ്മുടെ നാട്ടിൽ അടുത്തിടെ നിരവധി വാഹനങ്ങളാണ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കത്തുന്നത്. അങ്ങനെ കത്തി അതിനുള്ളിലിരുന്ന് വെന്തു മരിക്കുന്ന സ്ഥിതി പോലും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി നാട്ടിക സ്വദേശിയായ നജീബ് ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ. ആ കാര്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നജീബേ, എന്തുണ്ട്? നമസ്കാരം. നമ്മൾ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ കത്തുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നജീബ് എന്തോ പുതിയതായിട്ട് ഒരു സംവിധാനം വണ്ടിയിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഇത് ശരിക്കും ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച് ആണ്. അതായത് ഇപ്പൊ വാഹനങ്ങളിൽ ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ടാണ് കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പോൾ വയറുകൾ ബോഡിമേ ടച്ച് ആയിട്ട് അത് ഷോർട്ട് സർക്യൂട്ട് വന്നിട്ട് കത്തുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ അടുത്തിടെ കണ്ടത്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് വന്നത്. ഇത് മുൻപൊക്കെ അംബാസഡർ കാറുകൾ തൊട്ടുള്ളതാണ്, പക്ഷെ ഇതായിരുന്നില്ല. ഇതിൻ്റെ ഒരു വേറൊരു വേർഷൻ ആയിരുന്നു. ഇതിപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ്. അതായത് നമ്മൾ ഓൾട്ടർനേറ്റർ വരെ ഡിസ്കണക്ട് ചെയ്യാണ് ഈ ഒരു സ്വിച്ച് വഴി. അപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ ഷോർട്ട് സർക്യൂട്ട് വരെ അല്ലെങ്കിൽ നിർത്തിയിടുന്ന സമയത്തായാലും ഈ ബ്രേക്കർ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സർക്യൂട്ട് അവിടെ അവസാനിക്കുകയാണ്. അപ്പം ഈ വണ്ടിയുടെ ഉള്ളിൽ എന്തെങ്കിലും തന്നെ ഷോർട്ട് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? ഇത് നമ്മളിപ്പോൾ ഒരു വയർ ഷോർട്ട് ആവുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലത്തെ കോപ്പർ ഉരുകാൻ തുടങ്ങും. ആ സമയത്ത് പുറത്തുള്ള സ്ലീവ് ഉരുകുകയും സ്മെല്ല് നമുക്ക് ആദ്യം വരും, അത് കഴിഞ്ഞിട്ട് പുക വരും, പിന്നെയാണ് അത് ഫയർ ആവുന്നുള്ളൂ. ആ സമയത്ത് ഈ ബ്രേക്കർ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഷോർട്ട് സർക്യൂട്ട് അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. വാഹനങ്ങളിൽ ഷോർട്ട് സർക്യൂട്ട് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് പലർക്കും അറിയില്ല. അതായത് നമ്മളെ ഈ പോസിറ്റീവ് വയറുകൾ, അതായത് ബോഡിയിൽ നെഗറ്റീവ് എർത്തായിരിക്കും, ബാക്കി എല്ലാ ഭാഗങ്ങളിലും വയറുണ്ടാവും. അപ്പോൾ അതിൻ്റെ സ്ലീവൊക്കെ പോയിട്ട് എവിടെയെങ്കിലും ബോഡിയുമേ ടച്ച് ആവുന്ന സമയത്ത്, ഇതേപോലെ ടച്ച് ആവുന്ന സമയത്താണ് ഈ ഷോർട്ട് സർക്യൂട്ട് വരുന്നത്. ഇത് കുറേ നേരം ഇങ്ങനെ കിടക്കും തോറും ഈ വയർ ഉരുകാൻ തുടങ്ങും, ഈ കോപ്പർ ഹീറ്റ് ആവാൻ തുടങ്ങും, അങ്ങനെ ഫയർ ആവാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ ഇതുപോലെ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ബ്രേക്കർ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കണക്ഷൻ മൊത്തം ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും. ഇത് കേട്ടോ, ഒരു സ്പ്രിംഗ് ആണ് ഞാൻ കത്തിക്കുന്നത് കേട്ടോ. കത്തിയ വയർ കേട്ടോ. പക്ഷെ ഇതൊന്നും കൂടി നമ്മൾക്ക് ഈ ഉരുകുന്ന സമയത്ത് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ കത്തുന്ന ഒരു സിസ്റ്റം വരികയില്ല. കാരണം ഇത് നൈസായിട്ട് കോപ്പർ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് സ്മെല്ലും ഇതുപോലെ വയറിന് സ്മെല്ലും അതുപോലെ തന്നെ നമുക്ക് പുകയും വരും. ആ സമയത്ത് ബ്രേക്കർ ഓഫ് ചെയ്താൽ അവിടെ എല്ലാം സ്റ്റോപ്പ് ആവുകയാണ്. നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇതേപോലെ ഏത് ലൈനിൽ എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ബ്രേക്ക് ആവുകയും അതോടൊപ്പം തന്നെ നമ്മൾ റിമോട്ടിൽ ഇത് ഓഫ് ഓൺ എന്ന സിസ്റ്റം ഉണ്ട്, അത് ഓഫ് ചെയ്യുമ്പോൾ ഇതേ സെയിം തന്നെ നമ്മൾ ഈ സ്വിച്ച് നമ്മൾ ഓൺ ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. ഫുള്ള് ബാറ്ററിയും ഓൾട്ടർനേറ്ററും ഡിസ്കണക്ട് ആവും. നമ്മളിപ്പോൾ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓൾറെഡി വാഹനം സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഷോർട്ട് സർക്യൂട്ട് വരെ അതിൻ്റെ ഒരു സ്മെല്ലോ പുകയോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ബ്രേക്കർ സ്വിച്ച് ഉണ്ടല്ലോ, അവിടെ വാഹനം സ്റ്റോപ്പായി. ഇത് ഓഫ് ചെയ്തിട്ടിട്ട് ഈ വാഹനത്തിലുള്ള എല്ലാ സപ്ലൈയും പോവുകയാണ്. അപ്പോൾ പലർക്കും സംശയങ്ങളുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് സഡനിൽ ഓഫ് ചെയ്യുമ്പോൾ പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക്, അതുപോലെ തന്നെ പവർ ബ്രേക്ക് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് ആശയങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മളിത് ഓഫ് ചെയ്ത ശേഷം മാനുവലായിട്ട് നമുക്കിപ്പോൾ ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും മാനുവലായിട്ട്. അതിനുശേഷം നമുക്ക് സീറ്റ് ബെൽറ്റ് റിമൂവ് ചെയ്യുക, ബ്രേക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് സമയത്തേക്ക് നമുക്ക് ബ്രേക്ക് കിട്ടും. സ്റ്റിയറിംഗ് ചെറിയൊരു ടൈറ്റേ വരുള്ളൂ. അപ്പോൾ നമ്മൾക്ക് അടിയന്തരമായിട്ടുള്ള സാഹചര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ, നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഈ സിസ്റ്റം നമ്മൾ ചെയ്യുമ്പോൾ വളരെ നീറ്റായിട്ട് സ്ലീവ് കൊടുത്ത് ജോയിന്റുകളൊക്കെ സോൾഡർ ചെയ്തിട്ട്, അതുപോലെ തന്നെ ബോഡിയിൽ നിന്ന് വരുന്ന ഭാഗങ്ങളൊക്കെ റബ്ബർ ബൂട്ട് കൊടുത്ത് വളരെ നീറ്റായിട്ട് നല്ല ഇതിനെക്കുറിച്ച് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ടെക്നീഷ്യൻസിനെ കൊണ്ട് മാത്രം എല്ലാവരും ചെയ്യിക്കുക. നമ്മുടെ നാട്ടിൽ വാഹനങ്ങൾ കത്തുന്നത് പതിവായ ഒരു സാഹചര്യത്തിൽ ഇത്തരം സംവിധാനങ്ങൾ ഓരോ കമ്പനികളും തന്നെ വികസിപ്പിക്കുകയാണെങ്കിൽ ഈ കത്തുന്ന വാഹനങ്ങളുടെ എണ്ണത്തിൻ്റെ ഒരു വലിയ കുറവ് വരുത്താൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.